ഇന്നത്തെ ദേശാഭിമാനിയുടെ മുഖപത്രം എഡിറ്റോറിയൽ പറയുന്നത് രാഷ്ട്രീയമായ പകപോക്കൽ പാടില്ല, കേസ് നീട്ടി വലിച്ചുകൊണ്ടുപോയി ഇത് പൊളിറ്റിക്കലായിട്ടുള്ള ഒരു പ്രശ്നമാക്കി നീട്ടുകയാണ്. അങ്ങനെയാണെങ്കിൽ അത് ശരിയല്ല. കാരണം ഒരു വിഷയത്തെ അത് ക്രിമിനൽ കുറ്റമായാലും സിവിൽ കുറ്റമായാലും, സിവിൽ കേസായാലും ക്രിമിനൽ കേസായാലും അനന്തമായി നീണ്ടുപോകുന്നത് ശരിയല്ല. അന്വേഷണവും ഇങ്ങനെ അനന്തമായി നീണ്ടുപോകുന്നത് ഒട്ടും ആശ്വാസകരമല്ല. പ്രത്യേകിച്ച് പൊളിറ്റിക്കൽ ആളുകളുമായി ബന്ധപ്പെട്ട കേസാണെങ്കിൽ. ഇവിടെ വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, വീണ വിജയൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയെ മാത്രമല്ല കേന്ദ്രീകരിച്ചിപ്പോൾ ഇ ഡി അന്വേഷണം നടക്കുന്നതും മറ്റു കാര്യങ്ങളും. വീണ വിജയൻ്റെ ഭർത്താവ് കൂടിയായിട്ടുള്ള, അല്ലെങ്കിൽ കഴിഞ്ഞ മുഖ്യമന്ത്രിയുടെ മരുമകനായിട്ടുള്ള മുഹമ്മദ് റിയാസ് എന്ന DYFIയുടെ പഴയ അഖിലേന്ത്യാ പ്രസിഡൻറ്റിൻ്റെയും കൂടി പേരിലാണ് അന്വേഷണം നടക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഗൗരവം വർദ്ധിപ്പിക്കും. മാത്രമല്ല, തൊട്ട് മുമ്പ് 4 മാസം മുമ്പ് വരെ, 3-4 മാസം മുമ്പ് വരെ സംസ്ഥാനത്തെ പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രിയുമായിരുന്നു മുഹമ്മദ് റിയാസ്. അപ്പോൾ സ്വാഭാവികമായിട്ടും അത്തരത്തിലുള്ളൊരു കേസിൻ്റെ ആഴവും പരപ്പും കൂടുതലായിരിക്കും. എന്നാൽ ഇത് അർഹിക്കുന്ന ഗൗരവത്തോടെ രാഷ്ട്രീയമായി നേരിട്ടുകൊണ്ട് പരസ്പരം ഗോഹ വിളിക്കുന്നതിൽ ഒരു കാര്യവുമില്ല. ഞങ്ങൾ രാഷ്ട്രീയമായി ഇത് നേരിടും എന്ന് CPM പറയുന്നതിലും അർത്ഥമില്ല. വളരെ കൃത്യമായിട്ടുള്ള ഒരു കേസ് ഉണ്ടെങ്കിൽ അത് നിയമത്തിൻ്റെ വഴിക്ക് പോവുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. നിയമത്തിൻ്റെ വഴിക്ക് പോകട്ടെ, ശരിക്കേടുകളും തെറ്റുമുണ്ടെങ്കിൽ കണ്ടുപിടിക്കട്ടെ, അതിനാവശ്യമായ ശിക്ഷാ നടപടികൾ ഇന്ത്യൻ ശിക്ഷാ നിയമം അനുസരിച്ച് വരട്ടെ. അല്ല, തെറ്റൊന്നും ചെയ്തിട്ടില്ലെങ്കിൽ വളരെ കൂളായി കോടതിയിൽ നിന്ന് ഇറങ്ങി വരട്ടെ. അങ്ങനെയല്ലേ നമുക്ക് ഈ രാജ്യത്ത് പറയാൻ കഴിയുകയുള്ളൂ. പക്ഷേ ഇവിടെ ED ഈ വിഷയങ്ങളെ പൊളിറ്റിക്കലായിട്ട് ഉപയോഗിക്കുന്നുണ്ടോ? അങ്ങനെ ഒരു സംശയം ഭരണകക്ഷിക്കുണ്ട്, അതുപോലെ തന്നെ പ്രതിപക്ഷത്തിനുണ്ട്. BJPയുടെ ഒരു ടൂളായി ED മാറുകയാണോ എന്നൊരു ചോദ്യമുണ്ട്. ഇനി BJPയുടെ അല്ല, കേരളത്തിൻ്റെ സർക്കാരിൻ്റെ, കാരണം ഈ സംവിധാനങ്ങളൊക്കെ, പോലീസും സംവിധാനങ്ങളൊക്കെ പരസ്പരം പൊരുത്ത് കിടക്കുന്നതാണല്ലോ, ഇൻ്റർ റിലേറ്റഡ് ആണല്ലോ. കേരള സർക്കാരിൻ്റെ ഒരു ലാഗിങ് കൊണ്ട് ഈ കേസ് നീളുകയാണോ? കോടതിയുടെ ലാഗിങ് കൊണ്ട്, കോടതിക്കും ഉണ്ടല്ലോ പ്രശ്നം. കാര്യം കോടതിയിൽ വരുന്ന കേസുകൾ അപ്പോൾ തീർക്കാതിരുന്ന കോടതിയുടെ ലാഗിങ്ങും വരും. അപ്പോൾ എന്താണ് ഇതിനകത്ത് സംഭവിച്ചിരിക്കുന്നതെന്നത് വളരെ കൃത്യമായി ചർച്ച ചെയ്യപ്പെടേണ്ടതുണ്ട്, കൃത്യമായി മനസ്സിലാക്കേണ്ടതുണ്ട്. പക്ഷേ അപ്പോഴും CPM ഭയങ്കരമായി പൊളിറ്റിക്കലായിട്ട് ഇതിപ്പോൾ ശരിയാക്കും അല്ലെങ്കിൽ റെഡിയാക്കും എന്നുള്ള നിലയിൽ നിൽക്കുകയാണ്. അതൊരു കാരണവശാലും അനുവദനീയമല്ല. മാത്രമല്ല, കോടതികളായാലും പാർട്ടി ആയാലും ഭരണ സംവിധാനങ്ങളായാലും, കേന്ദ്ര ഗവൺമെൻറ്റായാലും സംസ്ഥാന ഗവൺമെൻറ്റുകളായാലും കഴിയുന്നത്രയും വേഗത്തിൽ കേസുകൾ ഡിസ്പോസ് ചെയ്യാനുള്ള സംവിധാനങ്ങളാണ് ആലോചിക്കേണ്ടത്. കാരണം പൊളിറ്റിക്കൽ ലീഡർഷിപ്പുമായി ബന്ധപ്പെട്ട് വരുന്ന കേസുകളാകുമ്പോൾ അത് പൊളിറ്റിക്കൽ അനാമലികളിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ ഒരു പാർട്ടിയിലും പെട്ട ആരുടെ പേരിലായാലും രാഷ്ട്രീയ അരക്ഷിതാവസ്ഥ ഉണ്ടാവുന്നത് നല്ലതല്ല. അതുകൊണ്ട് തന്നെ ഈ കേസ് എത്രയും പെട്ടെന്ന് തീരട്ടെ. അങ്ങനെ പറയുമ്പോൾ ലാവ്ലിൻ കേസ് എത്ര വർഷമായിട്ടാണ് കിടക്കുന്നതെന്നറിയാമോ? ഇപ്പോഴും ലാവ്ലിൻ കേസ് കോർട്ടിൽ ആരെങ്കിലും വരാതെ മാറ്റിവെച്ച് പോവുകയാണ്. അപ്പോൾ അങ്ങനെ ഒരു ചരിത്രം കൂടെ ഉണ്ട്. ഇപ്പോൾ വെള്ളാപ്പള്ളി നടേശൻ്റെ കേസും ഇതുപോലാണ്, മാറ്റിവെച്ച് പോവുകയാണ്. അതും ഒരു സ്ട്രാറ്റജിയാണ്. പക്ഷേ താമസിച്ച് കിട്ടുന്ന ജസ്റ്റിസ് നീതി കിട്ടാതിരിക്കുന്നതിന് തുല്യമാണ് എന്നൊരു തിയറിയുമുണ്ട്. ഡിലേ ആയിട്ടുള്ള ജസ്റ്റിസ് കിട്ടുന്നത് ഒരിക്കലും ജസ്റ്റിസ് കിട്ടാതിരിക്കുന്നതിന് തുല്യമാണ് എന്നും പറയാറുണ്ട്. അതുകൊണ്ട് നീതി എന്ന് പറയുന്നത് എപ്പോൾ കിട്ടുന്നു എന്നുള്ളതല്ല, സമയത്ത് കിട്ടുക എന്ന് പറയുന്നത് വളരെ പ്രധാനമാണ്. അപ്പോൾ അത് ആർക്കായാലും, പ്രതിക്കായാലും വാദിക്കായാലും കറക്റ്റ് ടൈമിങ്ങിന് ജസ്റ്റിസ് കിട്ടണമെങ്കിൽ അതിനനുസരിച്ചുള്ള അന്വേഷണവും അതിനനുസരിച്ചുള്ള വിധി പ്രസ്താവവും എല്ലാം ഉണ്ടാകേണ്ടതുണ്ട്. എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം. ഇപ്പോഴിതിനെ പൊളിറ്റിക്കൽ ടൂളാക്കി മാറ്റുന്നതിനുള്ള വലിയ ശ്രമമാണ് എല്ലാ ഭാഗത്തു നിന്നും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അത് അങ്ങനെ പൊളിറ്റിക്കൽ ടൂളാക്കുമ്പോഴുള്ളൊരു കുഴപ്പം, ഇതിൻ്റെ യഥാർത്ഥ മെരിറ്റ്, ഈ കേസിൻ്റെ മെരിറ്റ് നഷ്ടപ്പെട്ടു പോകുന്നൊരു സ്ഥിതി തീർച്ചയായും